السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. തിന്നുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും ചില ആദാബുകൾ, ചില സുന്നത്തുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണർത്തിയിരുന്നു. ഇന്ന് ചില ആദാബുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഓമിൻ ആദാബിൽ അഖ്ലി വശുറുബ്, തിന്നുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും അദബുകളിൽപ്പെട്ടതാണ് അയ്യഅ്കുല ബിയദിഹിൽ യുംന, വലത് കൈ കൊണ്ട് ഭക്ഷിക്കലാണ്, വലത് കൈ കൊണ്ട് കുടിക്കലാണ്. അങ്ങനെയാണ് ചില ആളുകൾ വലത് കൈ കൊണ്ട് തിന്നുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്ന അധികം ആളുകളെ കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനേക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് കൈ കൊണ്ട് തിന്നുകയും വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ പാനീയം മറ്റുള്ള ജ്യൂസുകളായാലും കുടിക്കുന്നത് വലത് കൈ കൊണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. ഒരു ഹദീസ് തന്നെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്മില്ലാഹ തആല, നീ ബിസ്മി ചൊല്ലിക്കോ. വക്കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിച്ചോ. വക്കുൽ മിമ്മാ യലീക, വലിയ പാത്രത്തിൽ നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ അടുത്തുള്ള ഭാഗത്തിൽ നിന്ന് നീ ഭക്ഷണം കഴിച്ചോ എന്ന ഹദീസ് കാണാം. വഫീ സഹീഹി മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. അന്ന റജുലൻ അകല ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക, മോനെ നീ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്ക്. അയാളോട് പറഞ്ഞു, നീ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്ക്, ഇടത് കൈ ഉപയോഗിക്കരുത്. കാല, അയാൾ ആ പറഞ്ഞത് കേട്ടില്ല. അയാൾ പറഞ്ഞു, ലാ അസ്തതിഉ, അതെനക്ക് കഴിയില്ല. അയാൾ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചോ. അയാളുടെ മറുപടി അതിനനുസരിക്കാതെ അയാൾ ഉണ്ടാക്കി പ്രതികരിച്ചു, അതെനിക്ക് കഴിയില്ല. കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിഷമം കൊണ്ട് പറഞ്ഞു പോയി, ലസ്തതഅത, നിനക്ക് കഴിയില്ലല്ലേ, നിനക്ക് ഒരിക്കലും കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രതികരിച്ചു പോയി. മാ മനഅഹു ഇല്ലൽ കിബ്ർ, അദ്ദേഹത്തിനിക്ക് സംഭവിച്ചത് എന്താ? അഹങ്കാരമാണ് സംഭവിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞതിനെ അനുസരിക്കുന്നതിനിക്ക് പകരം അഹങ്കാരത്തിൽ പറയൂ, അതെനിക്ക് കഴിയില്ല, എനിക്ക് അടുത്ത കൈ കൊണ്ട് തന്നെ കഴിയൂത്രേ. അപ്പൊ റസൂലുള്ളാഹിക്ക് വിഷമം കൊണ്ട് പറഞ്ഞു, എന്നാ കയ്യിലേ, എന്നാൽ നിനക്ക് ഒരിക്കലും കഴിയില്ല. ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, ഫമാ റഫഅഹാ ഇലാ ഫീഹി, പിന്നെ ഒരിക്കലും അവന്റെ വലത് കൈയിനെ വായിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഹദീസ് കാണാം. ഏതുമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യകൾ, ഹദീസുകൾ അങ്ങനെയാണ്. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളാണ്. വലത് കൈ കൊണ്ട് തിന്നുക. ഇടത് കൈ എന്ന് പറയുന്നത് അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്, ഇബ്ലീസിന്റെ വിഷയമാണ്. ഇവിടെ കിതാബുകളിൽ കാണും കുലബിൽ അതില്ലുംന, വലത് കൈ കൊണ്ട് ഭക്ഷിക്കലാണ്. മുഖാലിഫൻ ലി അക്ലി ശൈത്വാൻ, ശൈത്വാനിന്റെ ശാപ്പാട്ടിനോട് വിരുദ്ധമായിട്ടാണ്. ശൈത്വാൻ ഭക്ഷിക്കൽ ഇടത് കൈ കൊണ്ടാണ്. യഅ്കുലു ബിശിമാലി, വളരെ വ്യക്തമായിട്ട് കിതാബുകളിൽ കാണാം. ശൈത്വാനിന്റെ സ്വഭാവം എന്താ? ലിഅന്ന ശൈത്വാന യഅ്കുലു ബിശിമാലിഹി, ശൈത്വാൻ ഭക്ഷണം കഴിക്കുന്നത് ഇടത് കൈ കൊണ്ടാണ് തിന്നുക. വയുഅതി ബിശിമാലിഹി, ഇടത് കൈ കൊണ്ടാണ് കൊടുക്കുക. വയഖുദു ബിശിമാലിഹി, ഇടത് കൈ കൊണ്ടാണ് വാങ്ങുക. അത് ശൈത്വാനിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ശൈത്വാനിനോട് വിരുദ്ധമായി കൊണ്ട് ഞങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും തിന്നുന്നതും വലത് കൈ കൊണ്ടാണ്. പിന്നെ
വേറെ ഒരു വിഷയം പറയുന്നു, തിന്നുന്നതിന്റെ മര്യാദകൾ. തിന്നുന്ന ഭക്ഷണം അതിന്റെ പിടി ചെറുതാക്കിക്കൊണ്ട് തിന്നലാണ്. ചില ആൾക്കാർ ഒരു സദസ്സിലിരുന്നാൽ വലിയ വലിയ പിടികളാക്കി ഇങ്ങനെ 5 വിരലും ഉപയോഗിച്ച് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനല്ല, അതിന്റെ മര്യാദകൾ ചെറിയ ചെറിയ പിടികളാക്കി തിന്നുക. എന്നിട്ട് പറയുന്നു അതിനെ കംപ്ലീറ്റ് ചവച്ചിറക്കണം. ആദ്യം വായിലേക്കിട്ട ആ പിടി ഭക്ഷണം കഴിച്ച് ചവച്ചിറക്കിയതിന്റെ ശേഷമല്ലാതെ രണ്ടാമത്തെ ഭക്ഷണം അവന്റെ വായിലേക്ക് ഇടാൻ പാടില്ല. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെയും ആരോഗ്യത്തിനിക്ക്, ഹെൽത്തിനിക്ക് ഉപയുക്തമായ ചില മസലകളാണ്, മര്യാദകളാണ്. പിന്നെ ഭക്ഷണത്തിനെ കുറ്റം പറയാൻ പാടില്ല. ചില ആളുകൾ ഭാര്യമാർ അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ സദ്യയിലേക്ക് പോയാൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകാം, പക്ഷേ അവിടെ ഭക്ഷണത്തിനെ കുറ്റം പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഭക്ഷണത്തിനെയോ പാനീയത്തിനെയോ കുറ്റം പറയാൻ പാടില്ല. എന്ത് ബിരിയാണി, എന്ത് ഫുഡ്, ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല. ഭക്ഷണത്തിനെ പ്രശംസിച്ച് ഇങ്ങനെ മധു പറയാൻ പാടില്ല. നല്ല ബിരിയാണിയാണ്, നല്ലതാണ് എന്ന് മധു പറയാനും പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭക്ഷണത്തിനെ നമ്മൾ കുറ്റം പറയുമ്പോ ആ അല്ലാഹു തആല തന്ന നിഅമത്തിനെ നിസാരപ്പെടുത്തലും അതിനിക്ക് നന്ദി കേട് കാണിക്കലുമാണ്. എത്രയോ ആളുകൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് മരിക്കുന്നവരുണ്ട്. അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നിനക്ക് കിട്ടിയ ഭക്ഷണത്തിനിക്ക് നിഅമത്ത് ചെയ്യുന്നതിനിക്ക് പകരം നീ അതിനിക്ക് നന്ദി കേട് കാണിക്കലാണ് കുറ്റം പറഞ്ഞാൽ ഉണ്ടാവുക. വൽ മദ്ഹു, ഇനി അതിനെ നീ പ്രശംസിച്ചാലോ ദലീലുൽ ഹുബ്ബി ലഹു വ തഅല്ലുഖു ബിഹി, നീ ഭക്ഷണപ്രിയനാണെന്ന് മനുഷ്യന്മാർ തെറ്റിദ്ധരിക്കും. അദ്ദേഹം വലിയ ഭക്ഷണത്തിന്റെ ഇഷ്ടപ്പെട്ട, ഭക്ഷണത്തിനോട് പ്രേമമുള്ള ആളാണ്, ഭക്ഷണത്തിനോട് തിന്നാൻ വേണ്ടി വലിയ തീറ്റക്കൊതിയനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് അതിനെ മധു പറയാനും പാടില്ല, അതിനെ നിസ്സാരപ്പെടുത്താനും പാടില്ല എന്ന് കിതാബുകളിൽ കാണാം. അങ്ങനെ ധാരാളം വിഷയങ്ങള് കിതാബുകളിൽ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും പഠിപ്പിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നോക്കൂ, നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യശ്റുബന്ന അഹദും മിൻകും ഖായിമ, നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരാളും കുടിച്ചു പോകരുത്. ഫമൻ നസിയ, ഒരാൾ കുടിച്ച് അങ്ങനെ നിന്ന് കുടിക്കുകയാണെങ്കിൽ അവൻ ഛർദിച്ചു കൊള്ളട്ടെ, തൊള്ളയിലേക്ക് വിരലിട്ടുകൊണ്ട് അതിനെ ഛർദിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രക്കും ഗൗരവത്തിലാണ് ഹദീസ് പഠിപ്പിച്ചിട്ടുള്ളത്. നിന്നുകൊണ്ട് ജ്യൂസ് കുടിക്കാനോ അതുപോലെ തന്നെ വെള്ളം കുടിക്കാനോ പാടില്ല, ഇരുന്നു കൊണ്ട് കുടിക്കണം. നിന്നുകൊണ്ട് കുടിച്ചാൽ പോലും അതിനെ വായിലേക്ക് കൈയിട്ട് ഛർദിക്കണമെന്നാണ് ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നത്.